മണ്ഡല പുനർനിർണയ നീക്കത്തിനെതിരായ പ്രതിഷേധത്തിൽ സ്തംഭിച്ച പാർലമെന്റ്. DMK എംപിമാർ പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം തീർത്തു. ഡിലിമിറ്റേഷനെതിരായ മുദ്രാവാക്യം എഴുതിയ ടീഷർട്ട് ധരിച്ചായിരുന്നു പാർലമെന്റിനുള്ളിൽ DMK എംപിമാരുടെ പ്രതിഷേധം. എന്നാൽ ചട്ടലംഘനമാണ് എംപിമാർ നടത്തിയതെന്നാരോപിച്ച് സഭാധ്യക്ഷന്മാർ നടപടികൾ നിർത്തിവെച്ചു. സിബി ജോസഫ് വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. സിബി, ഇന്ന് പാർലമെന്റിൽ അരങ്ങേറിയ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട സമഗ്ര വിവരങ്ങൾ എങ്ങനെ? ആര്യ, ഇന്ന് മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധമുണ്ടാകുകയും പാർലമെന്റ് പൂർണ്ണമായി സ്തംഭിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ലോക്സഭയിലും രാജ്യസഭയും ഇന്ന് വെറും അരമണിക്കൂർ മാത്രമാണ് സമ്മേളിക്കാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് ഇന്ന് ഇപ്പോൾ DMK എംപിമാർ പാർലമെന്റിന് പുറത്ത് ആദ്യം പ്രതിഷേധം നിർത്തി. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെയും DMKയുടെ ഭാഗത്തുനിന്നും വലിയ പ്രതിഷേധം പാർലമെന്റ് അകത്തും പുറത്തും ഉണ്ടായിരുന്നു. അടിയന്തര പ്രമേയ നോട്ടീസായി ഈ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചട്ടം 267 പ്രകാരം എല്ലാം തന്നെയും നോട്ടീസ് നൽകിയെങ്കിലും അതിനെല്ലാം തന്നെയും അനുമതി നിഷേധിക്കുന്ന സാഹചര്യമാണ് ഇരു സഭകളിലെയും അധ്യക്ഷന്മാർ സ്വീകരിച്ചത്. ഇന്ന് ഈ ഒരു പ്രതിഷേധം ഒരു പടി കൂടി കടന്ന് ഈ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട ചില മുദ്രാവാക്യങ്ങൾ, അതായത് ഇതിൽ തമിഴ്നാട് ശക്തമായി പ്രതികരിക്കും, ശക്തമായി ഇതിനെ എതിർക്കുമെന്ന് ചൂണ്ടിക്കാട്ടുള്ള ചില മുദ്രാവാക്യങ്ങൾ പ്രിന്റ് ചെയ്ത ടീഷർട്ടുമായി ധരിച്ചുകൊണ്ടാണ് DMK എംപിമാർ ഇന്നിപ്പോൾ പാർലമെന്റിൽ എത്തിയത്. ആദ്യം പാർലമെന്റ് പുറത്ത് അവർ പ്രതിഷേധം തീർത്തു. പിന്നീട് ലോക്സഭയിലും രാജ്യസഭയിലും ഈ ടീഷർട്ട് ധരിച്ചുകൊണ്ട് ഇവർ പ്രവേശിക്കുകയും ചെയ്തു. എന്തായാലും ഇത് ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇരു സഭകളിലെയും അധ്യക്ഷന്മാർ ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുകയായിരുന്നു. ചട്ടം 249 പ്രകാരം ഇത് ചട്ടവിരുദ്ധമാണെന്നുള്ള ഒരു കാര്യമാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ചൂണ്ടിക്കാട്ടിയത്. ഇതേ തുടർന്ന് ഈ വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടാകുകയും പിന്നീട് ഈ ലോക്സഭയും രാജ്യസഭയും നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. अगर आप टी शर्ट खोल के आए तो सदन चलेगा, अगर आप कहते हैं टी शर्ट पहन के आएंगे तो सदन नहीं चलेगा. ये स्पष्ट है. सदन की कार्रवाई, आप जाइए या तो बाहर, तो सदन की मर्यादा परंपरा उल्लंघन बनाना मेरी जिम्मेदारी है शेर के नाते, इसलिए मैं फिर आपसे आग्रह कर रहा हूं. ഉച്ചയ്ക്ക് 2 മണി വരെ നിർത്തിവെച്ച ലോക്സഭയും രാജ്യസഭയും വീണ്ടും സമ്മേളിച്ചപ്പോഴും DMK എംപിമാർ ഈ ടീഷർട്ട് ധരിച്ചുകൊണ്ടാണ് വീണ്ടും എത്തിയത്. തുടർന്ന് രാജ്യസഭയും ലോക്സഭയും ഇന്നത്തേക്ക് പെരുകയായിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് DMK എംപിമാരുടെ തീരുമാനം. നേരത്തെയും സമാനമായ രീതിയിലെല്ലാം തന്നെയും BJP അംഗങ്ങൾ ഉൾപ്പെടെ രാജ്യസഭയിലും ലോക്സഭയിലും പ്രതിഷേധം നടത്തിയപ്പോഴെല്ലാം തന്നെയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ പ്രതിപക്ഷം ഇത്തരത്തിൽ സമാനമായ പ്രതിഷേധം നടത്തുമ്പോൾ മാത്രം വലിയ പ്രശ്നമായി തീരുന്നെന്നും DMK ആരോപിച്ചു. എന്തായാലും വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാവും. കഴിഞ്ഞ ദിവസങ്ങളിലും DMK എംപിമാരുടെ പ്രതിഷേധത്തിൽ ഇടതുപക്ഷ എംപിമാരും പാർലമെന്റിന് പുറത്ത് ഭാഗമാകുകയും ചെയ്തിരുന്നു. ഇനി എന്തായാലും രാജ്യസഭയിലും ലോക്സഭയിലും ഈ ഒരു മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനം. ശരി, സമഗ്രമായ വിവരങ്ങൾ നൽകുകയായിരുന്നു സിബി ജോസഫ്.